കാരണം 5 വർഷത്തേക്ക് ഇത് കേന്ദ്രത്തിന് സ്കൂളുകൾ കൈമാറുകയാണ്. സ്വാഭാവികമായിട്ട് കേന്ദ്രീയ വിദ്യാലയത്തിലും സൈനിക സ്കൂളിലൊക്കെ നടക്കുന്ന സിലബസ് തന്നെയായിരിക്കും അവിടെ ഫോളോ ചെയ്യുന്നത്. ആ സിലബസ് കഴിഞ്ഞതിന് ശേഷം അവിടെ മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം സ്റ്റേറ്റിന് കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റിന് ഇതിൽ ഒപ്പുവയ്ക്കണോ വേണ്ടേ? 2 വിഷയങ്ങളാണ് ഇവിടെ പ്രധാനം. ഒന്ന്, നമ്മുടെ ഗോവിന്ദ മാഷ് പറയുന്നതിനകത്തൊരു പോയിൻ്റുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരണത്തിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ എല്ലാ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും സോഷ്യലിസ്റ്റ് ആശയങ്ങളും മതേതര ആശയങ്ങളും ഒരു ഭരണകൂടത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഭരണകൂടം എന്ന് പറയുന്ന ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര, സംസ്ഥാന, പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന വിവിധ തലങ്ങളുള്ളതാണ്. അവിടെ ഒരു ഫെഡറൽ വ്യവസ്ഥയുണ്ട്. ഫെഡറൽ വ്യവസ്ഥയിൽ കേന്ദ്രത്തിൻ്റെ എല്ലാ നയങ്ങളെയും നമുക്ക് തത്വത്തിൽ എതിർക്കാം, രാഷ്ട്രീയമായി എതിർക്കാം, തെരുവിൽ ബഹളമുണ്ടാക്കാം, സെമിനാർ നടത്താം, നയരേഖ ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചെയ്യാം, ഐക്യജനാധിപത്യ മുന്നണിക്ക് ചെയ്യാം, കോൺഗ്രസിന് ചെയ്യാം, CPM എല്ലാം പുറത്ത് ചെയ്യാം. അതിനകത്ത് യാതൊരു തർക്കവുമില്ല, എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷെ അകത്ത് ഗവൺമെൻറ്റിൽ ഈ എല്ലാ നയവും അതുപോലെ തന്നെ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളത് ഫെഡറൽ വ്യവസ്ഥയുടെ ഒരു പരിമിതിയാണ്. അപ്പോൾ അതൊരു പരിമിതി ഉണ്ട്. പിന്നെ ഒരു പ്രശ്നമുണ്ട്, തമിഴ്നാട്ടുകാർ നടപ്പിലാക്കിയില്ലല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ, തമിഴ്നാട്ടുകാർക്ക് ഇത് നടപ്പിലാക്കിയില്ല എങ്കിലും SSA ഫണ്ടുമായി അവർക്കൊരു ബന്ധമില്ല.